السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് 4 മാസത്തെയും 10 ദിവസത്തെയും ഇദ്ദക്ക് പുറമെ ഭംഗി ഉപേക്ഷിക്കൽ സുന്നത്താണ്. അതിൻ്റെ പേരാണ് ഇഹ്ദാദ്. ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇദ്ദ വേറെ, ഇഹ്ദാദ് വേറെ. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി നിറം നൽകപ്പെട്ട വസ്ത്രം ഉപേക്ഷിക്കുക, സുഗന്ധം ഉപേക്ഷിക്കുക, ആഭരണം ഉപേക്ഷിക്കുക, സുറുമയിടുന്നത് ഉപേക്ഷിക്കുക, എണ്ണയിടുന്നത് ഉപേക്ഷിക്കുക. ഇതിൻ്റെ പേരാണ് ഇഹ്ദാദ്. അപ്പോൾ ഭംഗി ചടഞ്ഞിരിക്കുക എന്നറിയില്ലേ, അതിൽ പെട്ടതാണ് ചടഞ്ഞിരിക്കുക. ചടഞ്ഞിരിക്കുക എന്ന് പറയും. ദീക്ഷാകാലം എന്ന് പറയാറുണ്ടല്ലേ, ദീക്ഷാകാലം എന്ന് പറഞ്ഞാൽ ഈ 4 മാസം 10 ദിവസത്തിനാണ്. ഈ ദീക്ഷാകാലത്തിൻ്റെ ഉള്ളിലുള്ള വേറെ സാധനമാണ് ഇഹ്ദാദ്. ഇനി ഇഹ്ദാദ് ഇല്ലെങ്കിൽ 4 മാസം 10 മാസം ഇദ്ദിരുന്നാൽ ഇദ്ദ കഴിയും. നമുക്ക് പോകാം. അഹദ്ദ എന്ന വാക്കിനർത്ഥം ഖത്തഅ, മുറിച്ചു എന്നാണ്. ചില ഭംഗികളും ആഡംബരങ്ങളും ഒക്കെ മുറിക്കുന്നതിനാണ് അഹദ്ദ. അൽ ഇഹ്ദാദുൽ വാജിബു അലൽ മുതവഫ അൻഹാ സൗജുഹ. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് നിർബന്ധമായിട്ടുള്ള ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ അതിമലോ സഗീറത്തിന്, ചെറിയ ഭാര്യയാണെങ്കിൽ പോലും തർക്കു ലബ്സി മസ്ബൂഖിൻ ലിസീനത്തിൻ, ഭംഗിക്ക് വേണ്ടി നിറം നൽകപ്പെട്ട വസ്ത്രം ധരിക്കാതിരിക്കലാണ്. നിസ്കാരക്കുപ്പായം തന്നെ വേണമെന്നില്ല, ഭംഗിക്ക് വേണ്ടി നിറം കൊടുക്കപ്പെട്ട വസ്ത്രം. ഇപ്പോൾ നമ്മുടെ മാക്സിൻ്റെ കൂട്ടത്തിലും സാരിൻ്റെ കൂട്ടത്തിലും ഒക്കെ ഉണ്ടാവൂലേ, കളറുണ്ടാവും. പക്ഷെ ഭംഗിക്കും വേണ്ടിയും സ്റ്റൈലിന് വേണ്ടിയൊക്കെ മസ്ബൂഖ്, നിറം നൽകപ്പെട്ട, ചായം നൽകപ്പെട്ട, നിറം നൽകപ്പെട്ട വസ്ത്രം. അപ്പോൾ കറുത്ത വസ്ത്രങ്ങളൊക്കെ, ഒരു കറുത്ത വസ്ത്രമാണെങ്കിൽ തന്നെ ഭംഗിക്ക് വേണ്ടിയുള്ളത് ഉണ്ടാവും, അല്ലാതെ ഒരു സാധാരണ കറുത്ത വസ്ത്രം എന്ന രീതിയിലുണ്ടാകും. അപ്പോൾ ഏത് നിറം ഇന്നതാവുക എന്നുള്ള കണക്കൊന്നുമില്ല. ഏത് വസ്ത്രവും ഈ മരണപ്പെട്ട ഭർത്താവിൻ്റെ പേരിലിരിക്കുന്ന സ്ത്രീക്ക് ധരിക്കാം. പക്ഷെ ഭംഗിക്ക് വേണ്ടി നിറം നൽകപ്പെട്ട, കളർ നൽകപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഉപേക്ഷിക്കുക. വൈൻ ഹസുന, അതിന് പരുത്ത വസ്ത്രമാണെങ്കിൽ പോലും അത് പാടില്ല, ഭംഗിക്ക് വേണ്ടിയാണെങ്കിൽ. ഇനി പരുത്ത മിനുസൊന്നുമില്ലാത്ത പരുത്ത വസ്ത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇനി ഭംഗിക്ക് വേണ്ടിയാണെങ്കിലും എന്നൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വൈൻ ഹഷുന എന്ന് പറയുന്നത്. അപ്പോൾ പട്ട് വസ്തുവോ, ഇബാഹു ഇബിലീസമുല്ല മിസ്ബഹു, ചായം നൽകിയിട്ടില്ലാത്ത പട്ട് വസ്ത്രം പറ്റും. ഇബിലീസം എന്ന് പറഞ്ഞാൽ ഹരീർ എന്നാണ് അർത്ഥം, പട്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത് തെർക്കു തതയ്യുബി, സുഗന്ധം പൂശുന്നത് ഉപേക്ഷിക്കുക. സുഗന്ധവും സ്പ്രേയോ ഒന്നും ഉപേക്ഷിക്കരുത്. ഒലവുലയിലൻ, അത് രാത്രിയിലും പാടില്ല. 3 തഹല്ലി നഹാറൻ, പകലിൽ ആഭരണം ധരിക്കുന്നതും ഉപേക്ഷിക്കുക. ബിഹുരിയ്യി ദഹബിൻ, ഏതാഭരണം? സ്വർണ്ണാഭരണമാവാം, ഔ ഫില്ലത്തിന് വെള്ളിയാവാം, ഒലവുനാവ ഖാത്തിമിന് മോതിരമാണെങ്കിൽ പോലും പാടില്ല. ഔ ഖുറുത്തിൻ, അല്ലെങ്കിൽ ചെവിയിൽ തൂക്കണ ഇതില്ലേ, കമ്മലിന്നോ ഇതിന് പറയാം, അത്. അല്ലെങ്കിൽ ഔ തഹത്ത സിയാബി, വസ്ത്രത്തിൻ്റെ ചോടയാണ്, അതൊന്നും പാടില്ല. ആഭരണങ്ങൾ മുഴുവനായിട്ട് മൂരി വെക്കണം, വളയും കമ്മലും ഒക്കെ. കയ്യുമത്തെ വള മാത്രം ഊരിച്ച് ചെവിയത്തത് ഊരക്കാതിരിക്കാൻ പറ്റില്ല, അത് ഹറാമാണ്. ഇഹ്ദാദ് ഉപേക്ഷിക്കൽ മൻദോഷമാണ്. കാരണം നഹി അനുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതൊക്കെ വിലക്കിയിട്ടുണ്ട്. ഇനി സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും ആവരണം എന്ന് മാത്രമല്ല, മുക്കും പറ്റൂല. മുവബ്ബഹുൻ ബി അഹദിമ, രണ്ടാലൊന്ന് പൂശിയതും. അങ്ങനത്തെ ആഭരണം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ തിരൂര് പൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ. മുവബ്ബഹുൻ ബി അഹദിഹിമ, രണ്ടാലൊന്ന് പൂശിയതും. പിന്നെ ലുഅ്ലുഉൻ വനഹ്വുഹു മിനൽ ജവാഹിരില്ലതി തഹക്ക, വലുലുഉൻ, അതിൽ പെട്ടത് തന്നെയാണ് മുത്ത്, രത്നം.
വനഹു അതുപോലെയുള്ളത്. നമ്മളിപ്പോൾ സ്വർണ്ണം വെള്ളി മാത്രമല്ലല്ലോ ഇപ്പോൾ ജ്വല്ലറിയിൽ കിട്ടുക, ഇപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടൂലേ, അതൊക്കെ മിനൽ ജവാഹിരി രത്നങ്ങൾ, അല്ലത്തി യുതഹല്ല ബിഹ ആഭരണമായി ഉപയോഗിക്കുന്ന എല്ലാം, ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ. വമിൻഹു ആഭരണങ്ങളിൽപ്പെട്ടതാണ് മുവബ്ബഹുൻ ബി അഹദിഹിമ സ്വർണം വെള്ളി ഏതെങ്കിലും ഒന്നുകൊണ്ട് പൂശിയതും, ഉൻ മുത്തും, വനഹ്വദ് പോലത്തെ മിനൽ ജവാഹിരി നവരത്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ജൗഹർ ഇതൊക്കെയൊക്കെയല്ലേ, അഖീഖ്, ഗോമേദകം, പച്ച ഗോമേദകം, അങ്ങനെ കുറേ ഉണ്ടല്ലോ, അതൊക്കെ അല്ലതി തഹല്ല ബിഹ ആഭരണമായി ധരിക്കപ്പെടുന്ന, തഹല്ല എന്ന് പറഞ്ഞാൽ ആഭരണമായി ധരിച്ചു എന്ന്. അതുപോലെ അഖീഖയിൽപ്പെട്ടതാണ്, അഖീഖിൻ്റെ കല്ലൊക്കെ കണ്ടില്ലേ മോതിരമായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ. അതുപോലെ തന്നെ നുഹാസിൻ ചെമ്പ്, വാജ് കൊമ്പ്, ആനക്കൊമ്പ് മറ്റൊക്കെ ഉണ്ടാവില്ലേ, ചെമ്പിൻ്റെ ഇതൊക്കെ ധരിക്കൂലേ ഇൻകാനത്ത്. പക്ഷെ അത് പാടില്ല എന്ന് പറയുന്നത് നിരുപാധികമല്ല കേട്ടോ. ചെമ്പും കൊമ്പൊന്നും ഇൻകാനത്തിനും ഖൗമിനെ തഹല്ലൂന ബിഹിമ അതൊക്കെ ആഭരണമായി ധരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അതും പാടില്ല. ഇൻകാനത്ത് അവളാണെങ്കിൽ ഖൗമിൻ ഒരു ഖൗമിൽപ്പെട്ട ആളാണ്, യതഹല്ലൗന അവർ ആഭരണമായി ഉപയോഗിക്കാറുണ്ട്, ബിഹിമ അത് രണ്ടും. അപ്പം ഇഹ്ദാദ് രണ്ടെണ്ണമായി. 3 തെർക്കുൽ ഇക്തിഹാലി ബിസ്മിദിൻ സുറുമ ഉപേക്ഷിക്കുക. സുറുമയിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഇസ്മിദ് എന്ന് പറയുന്ന കല്ലാണ്, അതുകൊണ്ട് ഉപയോഗിച്ച് ഏത് സുറുമയും പാടില്ല. പുരികവും ചുണ്ടൊക്കെ ചോപ്പിക്കണ സാധനങ്ങളൊക്കെ ഇല്ലാനി ഹാജിന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ സുറുമ ഉപയോഗിക്കുക, രാത്രിയിൽ പകലിൽ ഒഴിവാക്കണം. വൈൻകാനത്ത് സൗദ സുറുമ ഉപയോഗിക്കാൻ പാടില്ല, ഓളിഞ്ഞൊരു കറുപ്പത്തിയാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താ ഇഹ്ദാദ് വദഹിനി ഷാരി റസിഹ തലമുടിയിൽ എണ്ണ തേക്കുന്നത് ഉപേക്ഷിക്കുക. തലമുടി എന്ന് പറയുമ്പോൾ ശരീരത്തെ പറ്റുമോ? പറ്റും. സായിരിൽ ബദനി ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ പ്രശ്നമല്ല, തലയിൽ അങ്ങനെ അപ്പം എണ്ണക്കെട്ട് കഴിഞ്ഞാൽ ഭംഗി കൂടുതലല്ലോ മറ്റുള്ളവർ കാണുമ്പോൾ. അപ്പോൾ ഈ കുളിക്കാനോ അതൊക്കെ പറ്റും. വഹല്ല തനല്ലുഫും ബി ഗുസ്ലിൻ കുളിച്ച് വൃത്തിയാകാൻ പറ്റും. വൈസാലത്ത് വസ്ഹിൻ ചേറും ചണ്ടിയൊക്കെ നീക്കം ചെയ്യാനും പറ്റും. വാക്കിൽ തൊമ്പുലിൻ വെറ്റില തിന്ന പഴയകാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വെറ്റില തിന്നല്ലോ, വെറ്റില തിന്നാനൊക്കെ ഹലാലാണ്. വനുദിബ ഇഹ്ദാദുൻ ലിബാഇനിൻ ബിഖുൽഇൻ അതുപോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ, ഇതാണിപ്പോൾ ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ. ഞാനും ഇങ്ങനെ അവ്യക്തരാവണ്ട. സുഗന്ധം പാടില്ല, ആഭരണം പാടില്ല, ഭംഗിക്ക് വേണ്ടിണ്ടാക്കിയ വസ്ത്രവും പാടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു റൂം അങ്ങോട്ട് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കുത്തിരിക്കുക 4 മാസം 10 ദിവസവും. മുറ്റത്തേക്ക് വരെ ഇറങ്ങൂല. പുറത്തിറങ്ങലും പുറങ്ങിറങ്ങാക്കുന്നൊന്നും ഇഹ്ദാദിൻ്റെ ഭാഗമല്ല, അത് വേറെ പറയുന്ന സംഗതിയാണ്. പുറത്ത് പോകാൻ പറ്റുമോ, വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ, അതൊന്നും ഇഹ്ദാദല്ലേ. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. 4 മാസം 10 ദിവസം യുദ്ധരിക്കുക എന്നാണ്. അത് എങ്ങനെ തെണ്ടി നടന്നാലും 4 മാസം 10 മാസം കഴിഞ്ഞാൽ യുദ്ധം കഴിയും. അതിലേക്ക് നിർബന്ധമായ കാര്യമാണ് ഇഹ്ദാദ് എന്ന് പറയുന്നത്. ഇഹ്ദാദില്ലെങ്കിലും യുദ്ധം കഴിയും. ഇനി എവിടെ താമസിക്കണം എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. ഇനി എവിടെ താമസിക്കുകയാണെങ്കിലും നമുക്ക് പുറത്ത് പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. അത് മരണവുമായി ബന്ധപ്പെട്ട് മാത്രമൊന്നുമല്ല, അത് പല യുദ്ധയിലും ഉണ്ട്. വീട്ടിൻ്റെ പുറത്ത് പോകാൻ പറ്റുമോ പറ്റൂല, എവിടെ താമസിക്കേണ്ടത് എന്നുള്ളത് അത് മരണത്തിൻ്റെ ഇതൊക്കെ മാത്രമുള്ളതല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടുള്ളത് ആരൽ മുത്തവഫ അൻഹാ സൗജിയ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്കാണ്. അപ്പം അല്ലാത്ത സ്ത്രീക്കോ സുന്നത്തുണ്ട്. ഇഹ്ദാദ് ലിബാഇനിൻ പിരിക്കപ്പെട്ട തലാഖ് കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിന് ബിഖുല്ലിൻ എങ്ങനെ ബായിനാവൽ. ഒരു സ്ത്രീ ബായിനാകലെന്നിക്ക് കൊണ്ടാണ്. ഖുല്ല് കാരണം എന്താ? പൈസ കൊടുത്തിട്ട് തലാഖ്, പൈസ വാങ്ങിയിട്ട് തലാഖില്ല. അല്ലെങ്കിൽ ഫസ്ഖ് എന്തെങ്കിലുമൊക്കെ ഐബോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിക്കാഹിനെ തന്നെ ദുർബലപ്പെടുത്തുക, അപ്പോഴും ബായിനാകും, മടക്കിയെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അല്ലെങ്കിൽ 3 തലാഖ് ചെല്ലുക, അപ്പോഴും ബായിനാകും. ഒരു പെണ്ണ് ബായിനായ തലാഖോ റജിയ തലാഖോ ആണല്ലോ ആവുക. റജിയ തലാഖ് തന്നെ മടക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബായിൻ എന്ന് പറയുമ്പോൾ ഭർത്താവിൽ നിന്ന് വേർപെട്ടു. അതെങ്ങനെയാണ്? ഒന്നുകിൽ 3 തലാഖ് ഇല്ലാൽ പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല, ബായിനാണ്. ഖുൽഇ ചെയ്താൽ അല്ലെങ്കിൽ ഫസ്ഖ് ചെയ്താൽ അവളിലോ അയാളിലോ ഉള്ള അയബ് കാരണമായിട്ട് ഫസ്ഖ് ചെയ്യും. അപ്പോൾ അവിടെ സുന്നത്തുണ്ട് എന്ന് പറയാൻ കാര്യം നിർബന്ധമല്ല. അലി അല്ലായുഫുദി തസയ്യുൻഹ അവളുടെ ഭംഗിയാവൽ നിമിത്തമാകാതിരിക്കാൻ, ഈ ഫസാദിഹ അവളുടെ ഫസാദിന് കാരണമാകാതിരിക്കാൻ. നല്ല ഭംഗിയായി ആഡംബരമായി നല്ല എണ്ണയും അത്തറും ഒക്കെ പൂശി ആഭരണങ്ങളൊക്കെ ധരിച്ചിങ്ങനെ നിന്നാലേ എന്താവും?
ഇദ്ദ അടുമുറി, വേറെ ആണുങ്ങളൊക്കെ ആയിട്ട് കമ്പനിയാവും. അതാണ് ഫസാദിന് കാരണമാകാതിരിക്കാൻ. എല്ലാ യുഫ്ലി തസയ്യുനുഹാ ലി ഫസാദിഹാ. അവന് റജിയായ പെണ്ണിനോ വക്കത റജിയത്തു, റജിയായ പെണ്ണിന് ഇഹ്ദാദു സുന്നത്താണ്. എപ്പോൾ അയാൾ മടക്കിയെടുക്കുമെന്ന പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിൽ, മടക്കിയെടുക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ എപ്പോഴും ചമഞ്ഞിങ്ങനെ നിൽക്കാൻ വേണ്ടത്. കാരണം മടക്കിയെടുക്കുകയാണല്ലേ നമുക്ക് വേണ്ടത്. അതിനാണല്ലോ റജിയാ തലാഖ് എന്നുള്ള സംവിധാനം വെച്ചത്. വക്കത റജിയത്തു ഇല്ലം തെർജു അവദഹു, അയാൾ അവളെ മടക്കിയെടുക്കുമെന്ന പ്രതീക്ഷ ഇല്ലെങ്കിൽ, ബി തസയ്യുനി, ഭംഗിയായാൽ മടക്കിയെടുക്കുമെന്ന് പ്രതീക്ഷ ഇല്ലെങ്കിൽ റജിയത്തിനും ഇഹ്ദാദു സുന്നത്താണ്. ഇങ്ങനെ ഭംഗിയായി സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, അയാൾ അവളെ കണ്ട് മടക്കിയെടുക്കും തോന്നുകയാണെങ്കിൽ ഫയുന്തബു, അപ്പോൾ തസയ്യുന് സുന്നത്താണ്. അപ്പോൾ ഭംഗിയാവൽ തന്നെയാണ് സുന്നത്ത്, ഇഹ്ദാദ് ഉപേക്ഷിച്ചിട്ട്. ഇനി പറയാണ്, ഈ എവിടെയാണ് അവൾ താമസിക്കേണ്ടത് എന്നാ. ആര്? മരണത്തിൻ്റെ പേരിൽ ഇദ്ദിരിക്കുന്ന പെണ്ണ്, പിന്നെ ബായിനായ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ്, അഥവാ 3 തലാക്ക് അല്ലെങ്കിൽ ഫസ്ഖ് ചെയ്തു, ഖുൽഅ ചെയ്തു, ഇങ്ങനെ അവർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പെണ്ണിനെ പിരിക്കുമ്പോൾ അവൾ എവിടെയായിരുന്നോ ഉള്ളത് അവിടെയാണ് താമസിപ്പിക്കേണ്ടത്. ഓ തജീബ് അലൽ മുഅ്തദ്ദത്തി, ഇദ്ദയിരിക്കുന്ന സ്ത്രീക്ക് നിർബന്ധമാണ്. ഏത് ഇദ്ദ? ബിലോഫാത്തി, മരണം കൊണ്ടോ, ഒബി തലാഖിൻ ബായിൻ, ബായിനായ തലാഖ് കൊണ്ടോ, ഔ ഫസ്ഖിൻ, അല്ലെങ്കിൽ ഫസ്ഖ് കൊണ്ടോ ഇദ്ദയിരിക്കുന്ന സ്ത്രീക്ക് നിർബന്ധമാണ് മുലാസമത്ത് മസ്കനിൻ, ഒരു വീടിൽ തന്നെ താമസിക്കൽ. എങ്ങനത്തെ വീട്? കാനത്ത് ഫീഹി, അവൾ ആ വീട്ടിലായിരുന്നു എന്തൊരു മൂത്തി മരിക്കുന്ന സമയത്ത്, അവയിൽ ഫിർഖത്തി, അല്ലെങ്കിൽ അവളെ പിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഭർത്താവ് താമസിപ്പിച്ച ഒരു വീട് എന്നർത്ഥം. ഭർത്താവ് താമസിപ്പിച്ച ഒരു വീട്ടിൽ തന്നെ ആയിരിക്കണം. അവൾ വേറെ ഫ്ലാറ്റും കാര്യങ്ങളും നിർത്തി വേറെടുക്കും പോകാൻ പാടില്ല. ഏതുവരെ അവിടെ മുലാസമത്ത് മസ്കിന, ആ വീട്ടിൽ തന്നെ നിൽക്കൽ നിർബന്ധമാണ്. ഇലങ്കായുദ്ധത്തിന് ഇദ്ദ കഴിയുന്നത് വരെ. ഭർത്താവിന് തൃപ്തി ഉണ്ടെങ്കിൽ പോലും പുറത്തു പോകാൻ പാടില്ല, ഭരണാധികാരി തടയും. കാരണം ഉണ്ടെങ്കിൽ പുറത്തു പോകട്ടോ, കാരണം ഉണ്ടെങ്കിൽ പുറത്തു പോകാം. കാരണം അല്ലാതെ ആ വീട്ടിൽ തന്നെ 4 മാസവും 10 മാസവും നിൽക്കണം. മരണത്തിൻ്റെ പേരിലാണെങ്കിൽ, ത്വലാഖിൻ്റെ പേരിലോ ഫസ്ഖിൻ്റെ പേരിലോ ആണെങ്കിൽ എന്ത് ചെയ്യുക, 3 ശുദ്ധി അല്ലെങ്കിൽ അങ്ങനെ 3 മാസം അങ്ങനെ കണക്കുണ്ടല്ലോ, അത്രയും കാലം. അപ്പോൾ അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ പുറത്തു പോകാൻ പറ്റൂലേ? പറ്റും. വലഹൽ ഖുറൂജ് നഹാറൻ, പകൽ പുറത്തു പോകാം. ലിഷിറായി നാഹി താമിന്, ഭക്ഷണം വാങ്ങാൻ. ബൈ ഖസിലി, നൂല് വിൽക്കാൻ. പഴയ കാലത്തൊക്കെ നൂല് വിൽപ്പനൊക്കെ ഉണ്ടാവില്ല, ടൈലറിങ്ങാരൊക്കെ. വലഹൽ ഇഹ്തിതാബിൻ, വിറക് ശേഖരിക്കാനും. ഹത്തബ് എന്ന് പറഞ്ഞാൽ വിറക് എന്നാണ്, ഇഹ്തിതാബ് എന്ന് പറഞ്ഞാൽ വിറക് ശേഖരിക്കുക. പകൽ പോകാം. നഹാറൻ, പകൽ പോകാം. ലാലയിലൻ, രാത്രിയിൽ പോകാൻ പറ്റൂല. വലോ അവലഹു, രാത്രിയുടെ ആദ്യത്തിലാണെങ്കിൽ പോകാൻ പറ്റൂല. ഖിലാഫൻ ലിബഅദിഹിം, എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് രാത്രിൻ്റെ ആദ്യത്തിന് മഹിഷാവാരിവിൻ്റെ ഇടയിലൊക്കെ പോകാമെന്നാണ്. എന്നാൽ രാത്രി പോകാൻ പറ്റൂല എന്ന് നമ്മൾ കർശനാക്കി പറയുന്നില്ല, ചില കാരണമെങ്കിൽ പറ്റും. അതാണ് ഈ പറയുന്നത്. ലാക്കില്ലഹാ ഖുറൂജൻ്റെ, അവൾക്ക് രാത്രി തന്നെ പുറത്തു പോകാം. ഇലാ ദാരി ജാറത്തിൻ അൽ മുലാസിഖി, തൊട്ടടുത്തുള്ള അയൽവാസിനിയുടെ വീട്ടിലേക്ക്. ജാറത്ത്, തൊട്ടടുത്തുള്ള അയൽവാസി, അതാ മുലാസിഖ് എന്ന് പറഞ്ഞാൽ. തൊട്ടടുത്തുള്ള ഓളെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസിയുടെ വീട്ടിലേക്ക് രാത്രി പോകാം. എന്തിന് പോകാം? ലിഗസ്ലി, നൂല് നൂൽക്കാൻ വേണ്ടി പോകാം. പഴയകാലത്ത് ജീവിതമാർഗ്ഗം അതാണ്, നൂല് നൂൽക്കുക. അപ്പോൾ ഹദീസിന് വർത്താനം പറയാൻ പോകാം. അഹിമത് 2 പോലത്തിനും പോകാം. പക്ഷേ പോയാൽ പിന്നെ അവിടെ കിടന്നുറങ്ങാൻ പാടില്ല. ലാക്കിൻ ബിഷർത്തി ഞെക്കുവനതായിരിക്കും, അതായിരിക്കണം ബി ഖദ്രിൽ ആദത്തി, പതിവിൻ്റെ അളവിലായിരിക്കണം. അല്ല സാധാരണ കുറേ നേരം, സാധാരണ രീതിയിൽ അയൽവാസിനെ വീട്ടിൽ പോയാൽ അത്രയും നിൽക്കുക, അത്രയും നടത്താം. ബി ഖദ്രിൽ ആദത്തി, ഒരു പതിവ് സമയം പറ്റും. ബാലായക്കൂന ഇന്ദഹ മയുഹദ്ദിസുഹ വയൂനിസ. പിന്നെ ഇപ്പോൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് വർത്തമാനം പറയാൻ പോകാൻ പറ്റുക. സ്വന്തം വീട്ടിൽ നിന്ന് വർത്തമാനം പറയാൻ ആളില്ലെങ്കിലും വാലായക്കൂന ഇന്ദഹ, അവളുടെ അടുത്ത് ഇല്ലാതിരിക്കുമ്പോഴും, മൻ യുഹദ്ദിസുഹ, അവളോട് സംസാരിക്കുന്ന ആൾ, വയൂനിസുഹ, അവൾക്ക് സന്തോഷം പകരുന്ന ആൾ ഇല്ലാതിരിക്കുമ്പോൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇതാണ് പ്രബലം. 3ാമത്തെ ഷർത്ത് വാൻ തെർജിയ, അവൾ മടങ്ങിപ്പോരണം. തബീത ഫീ ബൈതിഹ, സ്വന്തം വീട്ടിൽ രാപ്പാർക്കണം, രാത്രി കിടന്നുറങ്ങണം എന്ന നിബന്ധനയോടുകൂടിയും. പകല് സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ ആവശ്യത്തിന് പോകാം എന്ന് പറഞ്ഞതിന് ശേഷം വിറക് ശേഖരിക്കാനും വെള്ളം കോരാനും ഒക്കെ പോകാം. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച പെണ്ണ് അവർക്കൊക്കെ പോകാം, പകല് പോകാം. ഭക്ഷണം ഉണ്ടാക്കാനും പച്ചക്കറി വാങ്ങാനൊക്കെ പോകാം, ആവശ്യമുണ്ടെങ്കിൽ പോകാം. കാരണം
ഭർത്താവില്ലല്ലോ, രാത്രി പോകാം അയൽവാസിൻ്റെ വീട്ടിലേക്ക്, വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കായിരിക്കണം. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലേക്ക് വർത്തമാനം പറയാൻ പോകണമെങ്കിലുള്ള ഷർത്ത് എന്താ? സ്വന്തം വീട്ടിൽ വർത്തമാനം പറയാനും യൂനി സുഹ അവൾക്ക് സന്തോഷം പകരാനും നേരം പോക്ക് പകരാനും ആരും ഇല്ലാതിരിക്കണം. പിന്നെ ആവശ്യമായ സാധാരണ രീതിയിൽ എത്ര സമയമാണ് നിൽക്കില്ല അത്ര സമയം നിൽക്കാൻ പാടുള്ളൂ. അതേമാതിരി മറ്റൊന്ന്, അവിടുന്ന് മടങ്ങിപ്പോന്ന് ബാത്താന താമസിക്കുന്ന രാത്രി അവളെ വീട്ടിൽ താമസിക്കണം. ഇതൊക്കെ ആർക്കാണ് ഈ പറയുന്നത് വീട്ടിൽ തന്നെ താമസിക്കണമെന്ന്? അപ്പുറത്തെ പേജ് മറിക്ക്. വഫാത്തിൻ്റെ ഇരിക്കുന്ന പെണ്ണ്, ബായിനായ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ്, അല്ലെങ്കിൽ ഫസ്ഖ് ചെയ്യപ്പെട്ട പെണ്ണ്, അവളോ അവനോ എന്തോ കാരണങ്ങളാൽ ഫസ്ഖ് ചെയ്താണ്. അപ്പോൾ റജിയ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിൻ്റെ കാര്യമോ അവൾക്ക് പുറത്തു പോകാൻ പറ്റൂല. അവിടെ തലാക്ക് ചെല്ലിയ ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ പുറത്തു പോകാൻ പറ്റൂല. ഔരി ലൊറോത്തിനെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടിയില്ലാതെ പുറത്തു പോകാൻ പറ്റൂല. എന്തുകൊണ്ട്? ലിയന്നഅലൈഹിൽ ഖിയാമ, കാരണം അയാൾക്ക് നിർബന്ധമാണല്ലോ അൽ ഖിയാമ, നിർവഹിക്കൽ. ജമീമോന് അവളെ മൊത്തം ചെലവ്, റജിയ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിൻ്റെ മൊത്തം ചെലവ് നിർവഹിക്കൽ നിർബന്ധമല്ലേ? കസൗജിത്ത് ഭാര്യയെ പോലെ തന്നെ. അതുപോലെ തന്നെ പുറത്തു പോകാൻ പറ്റാത്ത ഒരാളാണ് ബായിനുൻ ഹാമിലുൻ, ഗർഭിണിയായ ബായിനായ തലാക്കൾ. ഗർഭിണിയാവുമ്പോൾ അത് അവൻ്റെ കുട്ടിയാണല്ലോ, അവൾക്കും അങ്ങനെ തന്നെയാണ് വിധി. ഗർഭിണിയായ ബായിനായ പെണ്ണും അതുപോലെ തന്നെയാണ്. അപ്പോൾ മരിക്കുമ്പം ഓളെ വീട്ടിലേക്കാക്കിയാണ് മരിച്ചത്, അയാൾ പെട്ടെന്ന് മരിച്ചു, അവളിപ്പം മരിച്ചതോടുകൂടി വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാലോ എന്ത് ചെയ്യും? അവളെ വീട്ടിലോ അവളെ ഉമ്മാൻ്റെ വീട്ടിലോ ഉപ്പാൻ്റെ വീട്ടിലോ എവിടെയാണോ അവളെ താമസിപ്പിച്ചത് അവിടെ നിൽക്കേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് ഓളെ വീട് മലപ്പുറത്താണ്, അവൾ കോഴിക്കോട് നിൽക്കുമ്പോഴാണ് മരിച്ചത് എങ്കിൽ അവിടെ നിൽക്കണം എന്നല്ല പറഞ്ഞത്, അവളെ വീട്ടിൽ പോയി നിൽക്കണം. മരിക്കണ സമയത്ത് അവളെ വീട് ഏതാണോ അവിടെയാണ് നിൽക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് പോയിക്കുക എന്നല്ല. അങ്ങാടിയിൽ നിന്നാണ് മരിച്ചെങ്കിൽ അങ്ങാടി നിൽക്കുക എന്നല്ല. ഇനി വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അവിടെയും മസലുണ്ട്. പേടിയോ അങ്ങനെ സുരക്ഷിതത്വമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ മാറാം. തന്തഖിലു മിനൽ മസ്കിനി, അവർക്ക് വീട്ടിൽ നിന്ന് മാറിപ്പോകാം. ലി ഖൗഫിൻ അലാ നഫ്സിഹ, സ്വന്തം ശരീരത്തിന് ഭയപ്പെട്ടതിന് വേണ്ടിയും, ഔ വരതി അല്ലെങ്കിൽ മക്കളെ കാര്യത്തിൽ ഭയപ്പെട്ടതിന് വേണ്ടിയും, ഔ അലൽമാലി അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയപ്പാടിന് വേണ്ടിയും. വലോലി ഗൈരിഹ, അത് സ്വത്ത് ഓളെ തന്നെയാണെന്നില്ല, ഇനി വേറെ ആളെ സ്വത്താണ് അവളുടെ അടുത്തുള്ളത്. കവദിയത്തിന് സൂക്ഷിപ്പ് സ്വത്ത് പോലെ മറ്റൊരാളെ സ്വത്താണ് അവളുടെ അടുത്തുള്ളത്. ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ സ്വത്തുമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോകുന്ന പേടിയുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് താമസം മാറാവുന്നതാണ്. വൈൻ കല്ല എത്ര കുറച്ചേ ഉള്ളെങ്കിലും താമസം മാറാം. ഓ ഹോഫി ഹദ്മിൻ, അല്ലെങ്കിൽ വീട് പൊളിയുന്നുള്ള ഭയം, ഔ ഹർക്കിൻ അല്ലെങ്കിൽ തീ കത്തുമെന്ന ഭയം, ഔ സാരിഖിൻ അല്ലെങ്കിൽ കള്ളന ഭയം, ഇത്തരം സമയത്തൊക്കെ അവൾക്ക് വീട് മാറാം. ഇനി അതൊന്നുമല്ല, ഔ തഅദ്ദത്ത് ബിജിറാനി, അയൽവാസികളെ കൊണ്ട് അവൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. തഅദ്ദ എന്ന് പറഞ്ഞാൽ അതാ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ബിജിറാനി ചെറിയ ബുദ്ധിമുട്ടല്ല, ഈ ശരീരിൻ ശക്തമായ ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴും മാറാം. ഔ അല സൗജി വാല സൗജി സുക്കന മുഫാറഖത്തി മാനന്തക്കുന്ന ആശയത്തിന്. ശരി, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അള്ളാഹു തആല നമുക്ക് നാഫിയാലും തരട്ടെ. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.